മന്ദലാകുന്ന AKG റോഡ് പരിസരത്തെ വെള്ളക്കെട്ടിന് പരിഹാരമായില്ല. 30ഓളം വീടുകൾ വെള്ളത്തിൽ. 5 വീടുകളുടെ അടുക്കളയിൽ വരെ വെള്ളം കയറി. അകത്ത് വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് ഒരു കുടുംബം വീട് വിട്ടു. മഴ പെയ്താൽ ദേശീയപാതയിലെ വെള്ളം ഒഴിഞ്ഞുപോകാനുള്ള സംവിധാനമൊരുക്കാത്തതാണ് മന്ദലാകുന്ന AKG റോഡ് പരിസരത്ത് വെള്ളം കെട്ടിക്കിടക്കുവാൻ കാരണം. പാപ്പാളി മുതൽ എടയൂർ വരെ ദേശീയപാതയിലെ വെള്ളം റോഡിന് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീഴുന്നത്. ഇരുവശത്തു നിന്നുമായി 1 കിലോമീറ്ററോളം ദൂരത്തെ വെള്ളം ഒഴുകിയെത്തുന്നത് മന്ദലാകുന്ന കിണർ സെന്ററിലേക്കാണ്. ഇവിടെ നിന്ന് ദേശീയപാതയ്ക്ക് കുറുകെയുള്ള കലുങ്ക് വഴി വെള്ളം AKG റോഡിലെത്തുന്നു. എന്നാൽ ഇവിടെ നിന്ന് വെള്ളം ഒഴിഞ്ഞുപോകാനുള്ള സംവിധാനം അധികൃതർ ഒരുക്കാത്തതാണ് പ്രശ്നം. ബദർപള്ളി അണ്ടർപാസിനായി പാപ്പാളി മുതലാണ് റോഡ് ഉയർത്തിയിട്ടുള്ളത്. നിരപ്പിൽ നിന്ന് AKG റോഡ് പരിസരത്ത് 5 മീറ്ററോളം ഉയരത്തിലാണ് റോഡ് പോകുന്നത്. പഴയ വില്ലേജ് സ്കെച്ച് പ്രകാരം ഇവിടെ കനോലി കനാലുമായി ബന്ധിപ്പിക്കുന്ന ചെറിയ തോട് ഉണ്ടായിരുന്നുവെന്നും വെള്ളം ഇതുവഴി കനാലിലേക്ക് ഒഴുക്കും വിധമാണ് റോഡ് ഡിസൈൻ ചെയ്തത് എന്നുമാണ് അധികൃതരുടെ വാദം. എന്നാൽ അങ്ങനെയൊരു തോട് ഇവിടെയില്ലെന്നും കനാലിലേക്ക് വെള്ളമൊഴുക്കാൻ കാന നിർമ്മിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. 1 മാസം മുൻപ് മഴ കനത്തപ്പോഴും ഇതേ നിലയിൽ ഇവിടെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. വാർഡ് മെമ്പർ ആലത്തയിൽ മൂസയുടെ ഇടപെടലിനെ തുടർന്ന് NK അക്ബർ MLA യുടെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് ദേശീയപാത ഉദ്യോഗസ്ഥർ മന്ദലാകുന്ന് വെട്ടിപ്പുഴ റോഡരികിലൂടെ കാന നിർമ്മിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും ഒന്നും നടന്നില്ല. മരാമത്ത് വകുപ്പിന്റെ റോഡിന്റെ അരികു പൊളിക്കുന്നതിനുള്ള അനുമതി നൽകുമെന്നും അധികൃതർ പറഞ്ഞു. അന്ന് പോയ ഉദ്യോഗസ്ഥർ പിന്നീട് ഈ വഴി വന്നിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. വലിയകത്ത് കബീർ, രായമറയ്ക്കാർ വീട്ടിൽ സുഹറ, തട്ടാരത്തിൽ നൌഷാദ്, സഹോദരൻ ഗഫൂർ, MC മൊയ്തീൻ കോയ, പട്ടർപുരയ്ക്കൽ അലി, അബ്ദുള്ളക്കുട്ടി, അറക്കക്കാട്ടിൽ അബ്ദുനാസർ എന്നിവരുടെ വീടുകളിലേക്കാണ് വെള്ളം കയറിയിട്ടുള്ളത്. വീടുകളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ മണൽ ചാക്കുകളും ഇരുമ്പ് ഷീറ്റുകളും വെച്ച് തടസ്സം വെച്ചിട്ടുണ്ടെങ്കിലും ശ്രമം പാഴാവുകയാണ് ഉണ്ടാകുന്നത്. ഇവരുടെ കുടിവെള്ളവും മലിനമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. രോഗികളായ വീട്ടുകാരെ ആശുപത്രിയിലെത്തിക്കുവാൻ പോലും വളരെ പ്രയാസമാണ്. സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കും കുട്ടികളെ പറഞ്ഞുവിടാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണ കമ്പനിയായ ശിവാലയയുടെ പ്രതിനിധികളെത്തി തൽക്കാലം റോഡിലെ വെള്ളം പമ്പ് സെറ്റ് ഉപയോഗിച്ച് കനോലി കനാലിലേക്ക് അടിച്ചുപറ്റിക്കാമെന്നാണ് ഇവരുടെ നിർദ്ദേശം. എന്നാൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണേണ്ടത് ദേശീയപാത അതോറിറ്റിയാണെന്ന് ഇവർ പറയുന്നു. കൂടുതൽ മഴ പെയ്താൽ കുടുംബങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാകുമെന്നും അധികൃതർ പരിഹാരം കാണാൻ എത്രയും പെട്ടെന്ന് തയ്യാറാകണം എന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. 15 ദിവസമായിട്ട് നിൽക്കുന്ന വെള്ളമാണ് ഇവിടെ. കുടിവെള്ളം പോലും മുട്ടിയിട്ടുള്ളത് 10-20 വീടുകളെ കുടിവെള്ളം മുട്ടിയിട്ടുള്ളത്. 10-40 വീട് ഇപ്പോൾ വെള്ളത്തിലായിട്ട് ഇട്ട് ഇപ്പോൾ 2-3 ദിവസമായി. അധികാരികൾ വരുന്ന് പോകുന്നു ഒരു നടപടിയില്ല. എല്ലാ രാഷ്ട്രീയമൊന്നുമില്ല ആർക്കും. ഇവിടെ വെള്ളം കയറിയിട്ട് കുടിവെള്ളം മുട്ടിക്കുന്ന കാലത്ത് എന്ത് രാഷ്ട്രീയം? ഇത് അധികാരികൾ വരിക, അവർ വരുന്നുണ്ട്, പോകുന്നുണ്ട്, നോക്കി പോകുന്നുണ്ട്, നടപടിയൊന്നും ഉണ്ടാവുന്നില്ല. ഇതിനൊരു നടപടി ഉണ്ടാവണം. ഇവിടെ രൂക്ഷമായ വെള്ളം പൊക്കം തന്നെ ഉണ്ടാവും. ഇത്തരം വീടുകൾ മൊത്തം വെള്ളത്തിലേക്ക് പോകും. അപ്പോഴാണ് ഇവരൊക്കെ തിരിച്ചു വന്ന് നോക്കുക. CCTV ന്യൂസ് പുന്നയൂർകുളം.